മലപ്പുറത്തെ തിരൂരങ്ങാടിയും തൃശൂർ ജില്ലയിലെ തളിക്കുളവുമായിരുന്നു പദ്ധതിക്കായി കണ്ടെത്തിയ ഇടങ്ങൾ. എന്നാൽ രാജ്യത്തെ പൈലറ്റ് പ്രൊജക്ട് നടപ്പിലാക്കേണ്ട തിരൂരങ്ങാടിയിൽ പക്ഷേ പദ്ധതിക്കായൊരു കുറ്റി പോലും ഇതുവരെ തറച്ചിട്ടില്ല. പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് എന്നതാണ് പുരയുടെ പൂർണ്ണരൂപം. പട്ടണങ്ങളിലെ സൗകര്യം ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതി. റിംഗ് റോഡുകൾ, കുടിവെള്ള പദ്ധതി, ഖരമാലിന്യ സംസ്കരണം, തൊഴിലധിഷ്ഠിത പദ്ധതികൾ തുടങ്ങി 15ഓളം പ്രൊജക്ടുകളാണ് പദ്ധതിയിലുള്ളത്. 2011 തിരൂരങ്ങാടിയിൽ അന്നത്തെ ഗ്രാമവികസന മന്ത്രി ജയറാം രമേശാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പക്ഷേ തിരൂരങ്ങാടി പഞ്ചായത്തിൽ വർഷങ്ങളായുള്ള ലീഗ് കോൺഗ്രസ് തർക്കം കാരണം ഒരു പദ്ധതി പോലും തുടങ്ങുവാനായിട്ടില്ല. കടലോര മേഖലയായ തൃശൂർ തളിക്കുളത്തും പദ്ധതിയുടെ അവസ്ഥ ഭിന്നമല്ല. എല്ലാ സ്ഥലങ്ങളും അക്വയർ ചെയ്തതിന് ശേഷം, സ്ഥലം ലഭ്യമായതിനു ശേഷം മാത്രമേ പ്രവൃത്തി ആരംഭിക്കാനാവൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു മാർഗരേഖയിൽ പറയുന്നത്. ബസ് സ്റ്റാൻഡിനായി കണ്ടെത്തിയ പാടം മുതൽ തുടങ്ങിയ അനാവശ്യ തർക്കങ്ങൾ മറ്റു പദ്ധതികളെയും ഇല്ലാതാക്കി. തിരൂരങ്ങാടിയിൽ 129 കോടി രൂപയുടെയും തളിക്കുളത്ത് 107 കോടിയുടെയും പദ്ധതികളാണ് 2011 വിഭാവനം ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ ഇതിന്റെ 3 ഇരട്ടിയെങ്കിലും വേണ്ടിവരും പദ്ധതിക്ക്. തിരൂരങ്ങാടിയിൽ പദ്ധതിക്ക് തുരങ്കം വെക്കുന്നത് സംസ്ഥാന ഭരണകക്ഷിയിലെ മുഖ്യ പാർട്ടികളാണെങ്കിൽ തളിക്കുളത്ത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കാരണം. രാജ്യത്തെ പൈലറ്റ് പ്രൊജക്ടുകളായ രണ്ടും പരാജയത്തിലേക്ക് നീങ്ങുന്നതോടെ ഇത് മറ്റ് 8 പദ്ധതികളെയും ബാധിക്കുമെന്നുറപ്പ്. ഒരു കുടിയൊഴിപ്പിക്കൽ പോലുമില്ലാതെ നടപ്പിലാക്കാവുന്ന കോടികളുടെ പദ്ധതിയാണ് ലീഗ് കോൺഗ്രസ് പോരിൽ നാട്ടുകാർക്ക് നഷ്ടമാവുന്നത്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, മലപ്പുറം.